മാമ്പഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാണ്ട് ഒരു സമാധാനം കിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 9ഓളം മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 4 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു മുറി തേങ്ങ ഞാനിതാ ചിരകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരയാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫൈൻ പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഈ മാങ്ങ ഒന്ന് നല്ല വെട്ടി തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 കട്ട ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതിലെ ശർക്കര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്നുകൂടെ അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആ ജാറിൽ തന്നെ നമുക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ചേർക്കുന്ന തൈര് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കട്ട കട്ട പോലെ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോഴേക്ക് റെഡിയാവും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമുക്കൊരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു 3 വറ്റൽമുളക് കൂടെ കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ വറവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു വറവ് ചൂടോടെ തന്നെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മാമ്പഴക്കാലം തീരുന്നതിന് മുന്നേ തന്നെ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.